രാജു, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ നന്ദന ഒരു പാവാണല്ലേ? പാവായിരിക്കും. അങ്ങനെ ഒരു മാൻകുട്ടി കൂടി ദീപക് എന്ന കഴുതപ്പുലിയുടെ കയ്യില്. ഒരു മഹാപാവത്തെ ഇങ്ങനെ മറ്റൊരുത്തൻ ചതിക്കുമ്പോ രാജുവിന് സങ്കടം തോന്നുന്നില്ലേ? ഞാൻ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ ഋതു. ഇന്ന് ചതിച്ചിട്ട് അത് വിധിയുടെ പേർക്ക് വെക്കുന്നു. രാജു ഒരു ചതിയൻ തന്നെയാ. രാജു, ഈ നന്ദന ഏത് കോളേജിലാ പഠിച്ചത്? രാജുനറിയോ? പറയണോ? ഋതുവിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പറയണമെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ചെറിയമ്മ പറഞ്ഞതുവാ. ഇനിയിപ്പോ സമയവും കഴിഞ്ഞുപോയി. പറയണ്ട. രാജുനെന്തു പറ്റി? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാത്ത എന്താ? അല്ല, ഋതു എന്താ ചോദിച്ചേ? ഈ നന്ദന ഏത് കോളേജിലാ പഠിച്ചെന്ന്. അതെങ്ങനെ എനിക്കറിയാം? ഞാൻ കരുതിയതുപോലെ അല്ല. പഠിച്ച കള്ളനായി രാജു, പഠിച്ച കള്ളൻ. രാജു ഇവളെ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ ഇവിടെ വെച്ചല്ലേ അവളെ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാം തുറന്നു പറഞ്ഞാലോ ഋതുവിനെ തെറ്റിദ്ധരിക്കോ? ഇല്ല, പറഞ്ഞേക്കല്ലേ. വേണ്ട, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ വല്ല പുലുവാലും ആയാലോ? ഈ മനുഷ്യനൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനൊക്കെ ചതിക്കാൻ മനുഷ്യർക്ക് പറ്റുമോ? സുപ്രഭാതം വല്യമ്മാവ. സുപ്രഭാതം മോളെ. സുപ്രഭാതം അമ്മേ. സുപ്രഭാതം. പുത്തനച്ചി പുറപ്പുരം വരം, ഇങ്ങനെയാ പഴമൊഴി. ഇതും അത് തന്നെയാണോ? ഇതെവിടുന്ന ഈ കൗസല്യ സുപ്രഭാതം കേൾക്കുന്നത്? അതെന്റെ കയ്യിന്നാ വല്യമ്മാവ. ഞാൻ വെളുപ്പിന്, അതായത് ബ്രഹ്മയാമം മുതല് സുപ്രഭാതം കേൾക്കും. നീ അമേരിക്കയിലായിരുന്നല്ലേ പറഞ്ഞത്? അവിടെ വെച്ചാ ഇത് തുടങ്ങിയത്. സായിപ്പിന്റെ നാട്ടിൽ ചെന്ന് താമസിച്ചിട്ട് സംസ്കൃത ഭക്തിഗാനം കേൾക്കുന്നു. ബ്രഹ്മയാമവും സരസ്വതിയാമവും കഴിഞ്ഞ് നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ ഭക്തിമാർഗം. അല്ല, മോൾ അമ്പലത്തിൽ പോവാറില്ലേ? എന്തിന്? ശ്രീകോവിൽ നമ്മുടെ ഹൃദയം തന്നെയല്ലേ അമ്മേ? എന്റെ ദൈവമേ, ഇവളൊരു ജ്ഞാനിയും എന്റെ മകനൊരു അജ്ഞാനിയും ആണല്ലോ. കൊഴയോ? ചായ എങ്ങനെയുണ്ട് വല്യമ്മാവ? നല്ല ചായ, നന്നായിട്ടുണ്ട്. ഇത് ജിഞ്ചർ ടീയാ. ഇനി മുതൽ വല്യമ്മാവനും അമ്മയ്ക്കും ദീപേട്ടനും ഞാൻ തരാൻ പോകുന്നത് ജിഞ്ചർ ടീ ആയിരിക്കും. അല്ല, ഈ ജിഞ്ചർ ടീയുടെ പ്രത്യേകത എന്താ? ഇഞ്ചി ഏറ്റവും നല്ല മെഡിസിൻ അല്ലേ? കൊറോണ വരെ തോൽപ്പിക്കാൻ ഇത് സഹായിച്ചില്ലേ? അത് മാത്രല്ല, നല്ല വിശപ്പുണ്ടാവും. രുചിയോടെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാ. അത് കണ്ടാൽ തന്നെ അറിയാം. എങ്കിലും ഞാൻ പറയാ, രാവിലെ ഒരു 30 മിനിറ്റെങ്കിലും രണ്ടുപേരും നടക്കണം. ഞാൻ നടക്കാറുണ്ട്. വല്യമാവിന് ഷുഗർ ഉണ്ടോ? ഇല്ല. കൊളസ്ട്രോളോ? ഇല്ല. ലേശം പ്രഷറുണ്ട്, അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. എങ്കിലും ഉടനെ രണ്ടുപേരും ഒരു ഫുൾ ചെക്കപ്പ് നടത്തണം. എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അയ്യോ, മറ്റുള്ളവർക്ക് ബെഡ് കോഫി കൊടുത്തില്ല. ദീപക്കിനൊഴിച്ച് മറ്റുള്ള ആർക്കും നീ ബെഡ് കോഫി കൊടുക്കണ്ട. അത് അവരവര് തന്നെ വന്നെടുത്ത് കുടിച്ചോളും. ഹലോ, ഋതുമോളൂടെ? അവളൊക്കെ ഈ സമയത്ത് എഴുന്നേക്കോ? കാലയിലോട്ടും തലയിലോട്ടൊക്കെ വെയിലടിക്കണം.
എന്നാലേ എഴുന്നേറ്റ് വരൂ. ഒരു വീടിന് തന്നെ ഐശ്വര്യക്കേടാ അതൊക്കെ. പോണം വർമ്മ സാറേ. മുംബൈയിലല്ലേ സ്ഥിരതാമസം? അല്ല, പിന്നെ പാലക്കാടോ? അത് തറവാടാ. ആ, മുംബൈയില് ഫ്ലാറ്റിലാണോ? അതെ, ബൈക്കുളയില്. ഒറ്റയ്ക്ക് എന്തിനാ അവിടെ പോയി താമസിക്കുന്നെന്ന് ഞാൻ ചോദിച്ചതാ. അനന്തപിള്ള ജയിലിലല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമുക്കിവിടെ കൂടാന്ന് ഞാൻ പറഞ്ഞതാ. അതൊന്നും ശരിയാവില്ല. മകളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതില് എനിക്ക് വിഷമമുണ്ട്. അത് ഒരമ്മയുടെ സങ്കടം മാത്രം. പക്ഷെ ആ സങ്കടം നിങ്ങൾ എല്ലാരെയും ഓർക്കുമ്പോൾ എനിക്ക് മാറും. കാരണം അത്ര നല്ലൊരു തറവാട്ടിലേക്കാ എന്റെ പാവം കുട്ടി വന്നിരിക്കുന്നത്. വിഷമിക്കുന്നു വേണ്ട. ഞങ്ങളൊക്കെ നല്ല ആളുകൾ തന്നെയാ. അതിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല സാറേ. നന്ദനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ അംബികെ. ആ. യാമിനി, ഉം. മോളെ. അമ്മ വരൂ. ശരി വർമ്മ സാറേ. ശരി. നന്ദന നല്ല കുട്ടിയാ അല്ലേ രാജു? ആ അതെ സാറേ. ദീപക്കിനെ അവള് മാറ്റിയെടുക്കുമായിരിക്കും അല്ലേ? ആ മാറ്റിയെടുത്തേക്കും.